കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരമാണ്. ഇന്ന് സ്വർഗവാതിൽ ഏകാദശി ദിവസമാണ്. കണ്ണന് കൂടുതൽ സന്തോഷം കണ്ണൻ്റെ മുഖത്ത് കാണുന്നുണ്ട്. 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു. മേശാന്തി പൊന്നുണ്ണിക്കണ്ണനെ സുന്ദര കണ്ണനായിട്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്നു. തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചു, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം ഉടുത്ത്, മഞ്ഞ പീതാംബരപ്പട്ട് ഞൊറിഞ്ഞുടുത്ത്, ഓടക്കുഴൽ ആ വലത് പട്ടിൻ്റെ ഉള്ളിൽ തിരുകി വെച്ച്, കയ്യിൽ താമരപ്പൂവും പിടിച്ച് നിൽക്കുകയാണ്. ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്ന മാതിരിയാണ് ആ കണ്ണൻ്റെ ഇന്നത്തെ രൂപം. സ്വർണ്ണ കിരീടം ചാർത്തിയിട്ടുണ്ട്. കിരീടത്തിന്മേൽ തിരുമുടി മാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു. നല്ല സുന്ദര കണ്ണനാണ് ഇന്നത്തെ അലങ്കാരം. സ്വർഗവാതിൽ ഏകാദശിയാണ്. തന്നെ കാണാൻ വരുന്ന ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിക്കാനും മോക്ഷപ്രാപ്തി കൊടുക്കാനുമായിട്ട് കാത്തു നിൽക്കുകയാണ് ഭഗവാൻ. ആ നട തുറന്ന സമയത്ത് ആ ഭഗവാന്റെ മുന്നിലേക്ക് തിരുനാമങ്ങൾ ചൊല്ലി അതാ ഭക്തജനങ്ങൾ ഒഴുകി ഒഴുകി വരുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് ഒരു നിമിഷം ആ കണ്ണനെ കണ്ണിറയെ കണ്ട് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ കാൽക്കാൽ സാഷ്ടാംഗം നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. നമുക്കും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം, ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് അരയിൽ ഒടക്കുഴൽ തിരികെ വലത് കൈയിൽ താമരപ്പൂവും പിടിച്ചു നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം ഒന്നും മനസ്സിൽ വിചാരിക്കൂ. ഒരു നിമിഷം കണ്ണടയ്ക്കൂ. ആ രൂപത്തെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ഗുരുവായൂരപ്പ മോക്ഷപ്രാപ്തി ഉണ്ടാക്കണേ, സ്വർഗവാതിൽ ഏകാദശി ദിവസമാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ജപിക്കുക, പ്രാർത്ഥിക്കുക. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവർക്കും എല്ലായ്പ്പോഴും ചെല്ലാവുന്നതാണ്. അത്രയും ഉത്കൃഷ്ടമായ മന്ത്രമാണ്. എല്ലാവിധത്തിലുള്ള സർവ്വവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കുടുംബ ഭദ്രതയും